ഈഫൽ ടവർ. അവിടെ എത്തി കഴിഞ്ഞപ്പോ അവൾ എന്നോട് ചോദിക്കുകയാണ് ഈ ഇരുമ്പ് കഷ്ണം കാണാൻ എന്നെ സത്യം. പക്ഷെ ഞങ്ങൾ ആഗ്രഹിച്ച് മോഹിച്ച് പോയ ഒരു ട്രിപ്പാണ് ടു പാരീസ്. ഞാൻ പഠിച്ചതൊക്കെ പാരീസിൽ തന്നെ. അതെ, അപ്പൊ പിന്നെ ആൾക്കറിയാം, ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പാരീസിലെ മുക്കും മൂലം ആൾക്കറിയാം. പിറ്റേ ദിവസമായിരുന്നു നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നത്. വെഡിങ് ആനിവേഴ്സറി നമ്മൾ സ്ട്രേറ്റ് നമ്മുടെ ഈഫൽ ടവർ. അവിടെ എത്തി കഴിഞ്ഞപ്പോ അവൾ എന്നോട് ചോദിക്കുകയാണ് ഈ ഇരുമ്പ് കഷ്ണം കാണാൻ എന്നെ സത്യം സത്യം എനിക്ക് അങ്ങനെയാ തോന്നിയത്. അപ്പൊ തന്നെ ഇവളെ നെക്സ്റ്റ് ഫ്ലൈറ്റിൽ വീട്ടിൽ വിടാൻ എനിക്ക് തോന്നിയത്. സീരിയസ്ലി അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം കണ്ടു കഴിഞ്ഞിട്ട് ഇരുമ്പ് കഷ്ണമാണോ. ഞാൻ പറയട്ടെ, അവിടെ പാടത്തെ ടവർ ഉണ്ടല്ലോ, ആ പാടത്തെ ടവർ ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ അതായി. പിന്നെ കുറെ ആൾക്കാർ അതിന്റെ ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഐഫൽ ടവർ ഓരോ ആംഗിളിൽ നിന്ന് ഓരോ ഭംഗിയാണ്, ഓരോ സൈഡിൽ നിന്ന് ഓരോ ഭംഗിയാണ്. ഫ്രണ്ടിൽ നിന്ന് കാണുന്ന പോലെ ആയിരിക്കും സൈഡിൽ നിന്ന്. സത്യം പറഞ്ഞ എനിക്ക് ആ ഒരു ഭംഗി തോന്നി. അകലേന്ന് കാണുമ്പോ ഉള്ള ഒരു ഭംഗിയുള്ളൂ, അടുത്തേക്ക് പോയാലേ ഒരു തേങ്ങയില്ല അവിടെ. ഇതന്നെ ശരിക്കും ആ പാടത്തെ ടവർ അല്ലാണ്ട് വേറെ ഒരു വ്യത്യാസം എനിക്ക് അവിടെ തോന്നിയില്ല.